കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് നെൽകൃഷിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നിലം ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. വടക്കൻ കേരളത്തിൽ ഉപ്പുവെള്ളം കയറുന്ന കൃഷിനിലങ്ങളിൽ പരമ്പരാഗതമായി ചെയ്തുവരുന്ന കൃഷിരീതിയാണ് കൈപ്പാട് കൃഷി. ഭൗമസൂചിക പദവി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഏഴോത്തെ കൈപ്പാട് കൃഷിക്ക്. ഇക്കുറി നെൽകൃഷിയിൽ 100 മേനി കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഴോത്തെ കർഷകർ. തരിശു നിലം ഉൾപ്പെടെ കൃഷിയോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്തവണയും നിലമൊരുക്കുന്നത്. രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ് നിലമൊരുക്കൽ പ്രവൃത്തി ചെയ്തു വരുന്നത്. കണ്ണോം, കോട്ടക്കീൽ, ചെങ്ങൽ, അവത്തകൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കൈപ്പാട് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ചൂടുകൂടിയതും കർഷകരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷി കുറവാണ്. കൃഷി ചെയ്യാത്തയിടങ്ങളിൽ കണ്ടൽക്കാടുകൾ നിറയുന്നതായും പരാതിയുണ്ട്. കൈപ്പാട് കൃഷിയെ പറ്റി പറയാനാണെങ്കിൽ മുമ്പ് ഇത് ഏഴോത്തെ കൈപ്പാട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു. എൻ്റെ എല്ലാ അറിവിൽ ഞാനെല്ലാം ചെറുപ്പത്തിൽ ശരിക്കും കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഈ പെരിങ്ങയില്, കോട്ടക്കലിന്റെ പടിഞ്ഞാറ് സൈഡില് എല്ലാം ഫുൾ കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഇതെല്ലാം പകുതിയിൽ അധികം കുറഞ്ഞിട്ട് ഒരു കാൽഭാഗമായിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. അതന്നെ തൊഴിലുറപ്പുകാർ ഈ കൃഷി സ്ഥലം കൊത്തുന്നതുകൊണ്ട് ഇപ്പം കൃഷി നടത്തുന്നു. നിലമൊരുക്കുന്നതാണ് കൈപ്പാട് കൃഷിയിലെ പ്രധാന പ്രവൃത്തി. ഈ രംഗത്ത് യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൈപ്പാട് കൃഷി കുറഞ്ഞു വരുന്നതായും പറയുന്നു. പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൈപ്പാട് ഇന്നും വലിയ ഡിമാൻഡിലാണുള്ളത്. ഇക്കുറി ഏറെ പ്രതീക്ഷയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.